ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 53 ധേനുകാസുരവധം. ശ്ലോകം 5. സമുദ്യതോ ധൈനുകപാലനേഹം കഥം വധം ധൈനുകമദ്യ കുർവേ ഇതീവ മത്വാ ധ്രുവമഗ്രജേന സുരൗഖയോദ്ധാരമജീഖതസ്ത്വം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. സമുദ്യതോ ധൈനുക പാലനേഹം കഥം വധം ധൈനുകം അദ്യ കുർവേ ഇതീവ മത്വാ ധ്രുവം അഗ്രജേന സുരൗഖ യോദ്ധാരം അജീഖത സ്ത്വം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. സമുദ്യത പ്രവർത്തിക്കുന്ന ധൈനുക പാലനെ ധേനുക സംരക്ഷണത്തിൽ അഹം ഞാൻ കഥം കുറുവേ എങ്ങനെ നിർവഹിക്കും വധം വധം ധൈനുകം ധേനുകനെ സംബന്ധിച്ച ഇതിമത്വ ഇവ എന്നു ചിന്തിച്ചിട്ടാണെന്നു തോന്നും. അഗ്രജേന ജ്യേഷ്ഠനെ കൊണ്ട് സുരൗഖയോദ്ധാര ദേവസമൂഹ ശത്രുവായ അവനെ അജീഖത ധ്രുവം കൊല്ലിച്ചു തീർച്ച അദ്യ ഇപ്പോൾ ത്വം അങ്ങ്. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. സമുദ്യതോ ധൈനുകപാലനേ അഹം ചേർത്തിട്ട് ധൈനുകപാലനേഹം ധൈ എന്നുള്ളതിൻ്റെ താന്ന് നന്നായിട്ട് ഊന്നി പറയണം. കഥം ഥം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വധം എന്നുള്ളതിൻ്റെ താന്നും ഊന്നി പറയണം. ധൈനുക മധ്യ ധൈ എന്ന് ഇവിടെയും നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കുർവേ ഇതീവ മത്വ ധ്രുവം അഗ്രജേന ധ്രു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സുരൗഖയോദ്ധാരം അജീഖതസ്ത്വം. സുരൗഖ ഖ എന്നുള്ളത് മേഘം എന്നൊക്കെ ഉള്ളതിൻ്റെ നന്നായിട്ട് ഊന്നി പറയണം. യോദ്ധാര ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. അജീഖതസ്ത്വം വീണ്ടും ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സമുദ്യതോ ധൈനുകപാലനേഹം കഥം വധം ധൈനുകമദ്യ കുർവേ ഇതീവ മത്വാ ധ്രുവമഗ്രജേന സുരൗഖയോദ്ധാരമജീഖതസ്ത്വം. അടുത്തത് 6ാമത്തെ ശ്ലോകം. തദീയഭൃത്യാനഭിജംബുകത്വേനോപാഗതാനഗ്രജ സംയുതസ്ത്വം. ജംബൂഫലാനീവ തദാ നിരാസ്ഥസ്ഥാലേഷു ഖേലൻ ഭഗവൻ നിരാസ്ഥ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും ഇതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. തദീയ ഭൃത്യാൻ അഭി ജംബുകത്വേന ഉപാഗതാൻ അഗ്രജ സംയുത സ്ത്വം ജംബൂഫലാനീവ തദാ നിരാസ്ഥ താലേഷു ഖേലൻ ഭഗവൻ നിരാസ്ഥ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തദീയ ഭൃത്യൻ അവൻ്റെ ഭൃത്യന്മാരെ ജംബുകത്വേന കുറുക്കന്മാരുടെ വേഷത്തിൽ ഉപാഗതാൻ വന്നെത്തിയ അഗ്രജ സംയുത അഗ്രജനോട് ചേർന്ന ത്വം അങ്ങ്. ജംബൂഫലാനി ഇവ ഞാവൽപ്പഴം എന്ന പോലെ നിരാസ്ഥ എടുത്തെറിഞ്ഞു ഖേലൻ ക്രീഡിക്കുന്നവനായി താലേഷു താലവൃക്ഷത്തിൽ ഭഗവാൻ അലയോ ആധ്യാത്മിക തേജസ്സേ. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. തദീയ ഭൃത്യാനഭി ഭൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ജംബുകത്വേന ജംബു ബു എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഉപാഗതാൻ അഗ്രജ സംയുതസ്ത്വം ജംബൂഫലാനീവ ഇവിടെ അതേപോലെ ജംബു ബു എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഫലാനീവ
ഫ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഫ എന്നല്ല ഫ എന്നാണ്. തത് നിരാസ്തസ്ഥാലേഷു, നിരാസ്ത അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ താലേഷു എന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ നിരാസ്തസ്ഥാലേഷു, സ്ഥ എന്ന് നന്നായിട്ട് ഊന്നണം. താലേഷു എന്നുള്ളത് ഒട്ടും ഊന്നണ്ട. ഖേലൻ, ഖേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭഗവൻ, ഭ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. നിരാസ്ഥ അവിടെ ലാസ്റ്റിൽ വിസർഗം. സ്ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭഗവൻ നിരാസ്ഥ, അങ്ങനെ ചേർത്ത് ചൊല്ലുമ്പോൾ നിരാസ്ഥ മെല്ലെ നൂന്നണം. നീ എന്നുള്ളത് ലാസ്റ്റിൽ വിസർഗത്തോടു കൂടി അങ്ങനെ നിർത്തണം. തദീയഭൃത്യാനഭിജംബുകത്വേന ഉപാഗതാനഗ്രജ സംയുതസ്ത്വം ജംബൂഫലാനീവ തദാ നിരാസ്ഥസ്ഥാലേഷു ഖേലൻ ഭഗവൻ നിരാസ്ഥ. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.